Okay, friends, let's start our journey with in. Okay, prepositions in. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പ്രിപ്പോസിഷനാണ് പറഞ്ഞിരുന്നത്? ആറ്റ് ആയിരുന്നു അല്ലെ? അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പോസിഷനാണ് ഏത്? ഇൻ എന്ന് പറയുന്നത് അല്ലെ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറ്റ് പോലെ തന്നെ ആയിരിക്കും. ഒരു പാരഗ്രാഫ് എടുത്താൽ ഒരു 6-7 ടൈംസിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിൽ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, നോക്കാം. ഇന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇന്നുണ്ട്. എന്ന് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു ഇന്ന ഏതാ മക്കളെ? ഇൻ, ഉള്ളിൽ അല്ലെ? ഇൻ, ഉള്ളിൽ. ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു ബോൾ കണ്ടാൽ എന്ത് പറയും നിങ്ങൾ? ദ ബോൾ ഈസ് ഇൻ ദ ബോക്സ് അല്ലെ? അത് ഉള്ളിലാണെന്ന് പറയും അല്ലെ? ഒരു കൂടിൻ്റെ ഉള്ളിൽ ഡോഗിനെ കണ്ട എന്ത് പറയും? ഡോഗ് ഈസ് ഇൻ ദ കെനൽ. ഡോഗ് അതിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിൽ എന്ന് പറയാൻ നിങ്ങൾ ഇൻ എന്ന് പറയുന്ന വേർഡ് വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? ഉള്ളിൽ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഉള്ളിലാണെങ്കിൽ എന്ത് പറയും? ഇന്ന് പറയും. ഇനി അതല്ലാതെ വല്ല യൂസ് ഇതിനുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ അല്ലെ? നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ഇസ് ദ ഇൽ എന്ന് പറഞ്ഞ എന്താ? ഉള്ളിൽ. ആ ഉള്ളിൽ എന്ന് പറയുന്ന ഇല്ല കേട്ടോ, ഇത് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഇത് മീനിങ് വരണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എന്ത് ചെയ്യാം, ചെറുതായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ഒരു മീനിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മലയാളത്തിൽ ഒരു അവസരം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഇന്ന് കൊടുക്കാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് യൂസ്, it is used to denote the state of being inside. അത് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞു തന്നെ. എന്തെങ്കിലും ഒരു വസ്തു എന്തിൻ്റെങ്കിലും ഉള്ളിലാണെന്ന് പറയാൻ. ഓക്കെ, ഒരു വസ്തു ബി ഇൻസൈഡ്, ഒരു വസ്തു അതിന്റെ ഉള്ളിൽ എന്ന് പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ? ഉള്ളിൽ എന്ന് പറയാൻ എന്ത് യൂസ് ചെയ്യാം? ഇൻ യൂസ് ചെയ്യാം. നോക്കാം. ദ ബുക്ക് ഈസ് ഇൻ ദ ബോക്സ്. ദാ എന്താണ്? ബോക്സിന്റെ ഉള്ളിലാണ്. എന്താ മക്കളെ? ബോക്സിന്റെ എവിടെയാണ്? ഇതിന്റെ ഉള്ളിലാണ് എന്തുള്ളത് മക്കളെ? ബോക്സിന്റെ ഉള്ളിലാണ് എന്തുള്ളത് മക്കളെ? ബുക്ക് ഉള്ളത്. ഓക്കെ, എന്താണ്? ഉള്ളിൽ. ഓക്കെ, ദെൻ there is nothing in the bag. ബാഗിന്റെ ഉള്ളിൽ എന്താണ്? ഒന്നുമില്ല. ബാഗിന്റെ ഉള്ളിൽ എന്താണ്? ഒന്നുമില്ല. ഓക്കെ, ഷി വാസ് ഇൻ ദ കാർ. അവൾ എവിടെയാണ്? അവൾ കാറിന്റെ ഉള്ളിലാണ്. എവിടെയാണ് അവൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞേ മക്കളെ? ഷി വാസ് ഇൻ ദ കാർ. അവള് കാറിന്റെ ഉള്ളിലാണ്. കറക്റ്റ് ആണ്, മീനിങ്ങിന് ഒരു വ്യത്യാസം വരുന്നില്ല. പർപ്പസും കറക്റ്റ് ആണ്. ഇന്നിന്റെ മീനിങ് ഉള്ളിൽ എന്ന് പറയുന്നത് കറക്റ്റ് യൂസ് ആണ് ചെയ്തിട്ടുള്ളത്. നോക്കാം. ദെൻ നെക്സ്റ്റ് യൂസ് നോക്കാം. ഇത് ഓൾറെഡി ഞാനിപ്പോ അറ്റ് പഠിപ്പിച്ച ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. അറ്റ് പറഞ്ഞ ടൈമിൽ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അറ്റ് നമ്മൾ എന്തിനാ മക്കളെ യൂസ് ചെയ്യുന്നത്? അറ്റ് എന്തിനായിരുന്നു മക്കളെ യൂസ് ചെയ്തിരുന്നോ എന്ന് പറഞ്ഞേ. അറ്റ് എന്തിനായിരുന്നു? സ്മോൾ പ്ലേസസ് അല്ലെ? സ്മോൾ പ്ലേസിന് മുമ്പിലായിരുന്നു അറ്റ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അവിടെ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബിഫോർ സിറ്റീസ്, ലാർജ് ടൗൺസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് കൺട്രീസ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് യൂസ് ചെയ്യണം എന്ന് അവിടെ ഞാൻ പറഞ്ഞിരുന്നു? ഇന്ന് യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ അത് തന്നെയാണ് ഇതും. എന്ത് ചെയ്യണം? ബിഫോർ സിറ്റീസ്, ബിഗ് സിറ്റീസ്, ലാർജ് ടൗൺസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, കൺട്രീസ്. ഒരു സംശയം വേണ്ട, ഇന്ന് അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നോക്കാം. ഷീ ലീവ്സ് ഇൻ ഡൽഹി. എവിടെയാണ് മക്കളെ? ഷീ ലീവ്സ് ഇൻ ഡൽഹി. ഡൽഹി എന്താണ്? വലിയൊരു ടൗൺ അല്ലേ? ഡൽഹി എന്താണ് മക്കളെ? വലിയൊരു ബിഗ് സിറ്റി, ബിഗ് ടൗൺ ആണ്. ദേ ആർ ഇൻ അമേരിക്ക. അമേരിക്ക എന്താണ്? അമേരിക്ക എന്ന് പറയുന്ന കൺട്രി. എവിടെയൊക്കെ എന്ത് യൂസ് ചെയ്തു മക്കളെ? ഇൻ. ഓക്കെ, ദെൻ he lives at താമരശ്ശേരി in കോഴിക്കോട് ഡിസ്ട്രിക്ട്. കണ്ടോ? കോഴിക്കോട് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് താമരശ്ശേരി എന്ന് പറയുന്ന സ്മോൾ പ്ലേസിലാണ് അവൻ ജീവിക്കുന്നത്. സ്മോൾ ആയപ്പോൾ ഇന്നായി മക്കളെ. ബിഗ് ആയപ്പോൾ ഇതെന്തായി മക്കളെ? ഒരു ഡിസ്ട്രിക്ട്, സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ വരുമ്പോൾ എന്താണ് യൂസ് ചെയ്യുക? ഇന്നാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണ്, ക്ലിയർ കട്ടാണ്, നോ മോർ എക്സ്പ്ലനേഷൻ അല്ലെ? ഇവിടെ ഒരു കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അത് നിങ്ങൾ കുഞ്ഞു മക്കളാണെങ്കിലും വലിയ മക്കളാണെങ്കിലും എന്താണ്, ഇനി ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഈ ഇന്നിന്റെ കേസിൽ വരുന്നില്ല അല്ലെ? ഓക്കെ, നോക്കാം. നെക്സ്റ്റ്, ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഇയർ. ഓക്കെ മക്കളെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത്? ഇന്ന് യൂസ് ചെയ്യേണ്ടത് എന്തിൻ്റെയൊക്കെ മുമ്പിലാണ്? ഇന്ന് യൂസ് ചെയ്യേണ്ടത് മാസത്തിൻ്റെയും അതുപോലെ വർഷത്തിൻ്റെയും. കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഏതാണ്?
ഏതാണ് മക്കളെ? മാസങ്ങൾ അല്ലെ? മാസം. ഓക്കെ. ഇയർ എന്താണ് മക്കളെ? വർഷം. ഇത് രണ്ടും നിങ്ങൾക്ക് എന്താണ്? ഒരിക്കലും മറക്കരുത്. ഇതിന്റെ കൂടെ ഇനി വേറൊന്നും വന്ന് പെടാതെ നിങ്ങൾ നോക്കും വേണം. ദിവസമുണ്ട്, ദിവസങ്ങളില്ലേ, ആഴ്ചകളില്ലേ, അതൊന്നും ഇങ്ങോട്ട് എടുക്കരുത്. ഓക്കെ. ഇവിടെ എന്താണ്? മാസവും വർഷവും മാത്രം. നോക്കാം. ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക് ഇൻ 1950. ഇവിടെ എന്താ? കറക്റ്റ് ആണ്. വർഷം നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വർഷം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്, അതുപോലെ എനിക്കും കാണുന്നുണ്ട്. ഞാൻ അവിടെ ഇന്നാണ്. ഓക്കെ. ദെൻ ഗാന്ധിജി വാസ് ബോൺ ഇൻ 1869. കറക്റ്റ് ആണ്. വർഷമാണ്. മുൻപിൽ എന്ത് യൂസ് ചെയ്യണം? ഇൻ യൂസ് ചെയ്യണം. ഓക്കെ. ദെൻ ഷീ വാസ് ബോൺ ഇൻ ജൂലൈ. എന്താണ് മക്കളെ? ഇവിടെ മാസമാണ് അല്ലെ? മന്ത് ആണ്. ഐ വാസ് ബോൺ ഇൻ ജൂലൈ. ഓക്കെ. ദെൻ ഷി അറൈവ്ഡ് ഇൻ മെയ്. എന്താണ്? ഷി അറൈവ്ഡ് ഇൻ മെയ്. മക്കളെ ഒരു സംശയവും ഇല്ല, ഒരുപാട് എക്സാമ്പിളിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. മാസം ഉണ്ടോ, വർഷമുണ്ടോ, മന്ത് ആണോ, ഇയർ ആണോ, നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക മക്കളെ? ഇന്ന് യൂസ് ചെയ്യുക. ഓക്കെ. അവിടെ ഇനി ഒരുപാട് എക്സ്പ്ലനേഷൻ, ഒരുപാട് എക്സാമ്പിൾസിന്റെ ആവശ്യം വരുന്നില്ല. മാസം കണ്ടോ, അവിടെ ഇന്നാണ്. അതുപോലെ എന്താണ്? ഇയർ കണ്ടോ, അവിടെ എന്താണ്? ഇന്നാണ്. ഓക്കെ. ദെൻ ചെറിയൊരു വ്യത്യാസം. ഇത് ഓണിന്റെ ക്ലാസ്സിലാണ് പറയേണ്ടതെങ്കിലും ഇവിടെ തന്നെ ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാം. എന്താണ്? ഓക്കെ. മാസം അവിടെ നിൽക്കട്ടെ. അവിടെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ മക്കളെ, ഡേറ്റ് ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ കണ്ടോ? സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഓൺ 3rd, ഓൺ 4th അല്ലെ? ഇതെന്താണ് മക്കളെ? ഡേറ്റ് ആണ്. ഇങ്ങനെ ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാസവും വർഷവും ഇതിനു മുമ്പിൽ ഇന്ന് ചേർത്തതുപോലെ ഇവിടെ പോയിട്ട് ഇന്ന് ചേർക്കാൻ പറ്റില്ല. ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറയണോ? 1 2 3 4 30 വരെയുള്ള ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയണോ? മുമ്പിൽ നിങ്ങൾ ഓൺ ചേർക്കണം. നോട്ട് ചെയ്യുക മക്കളെ. ഓക്കെ. ദെൻ അതുപോലെ ഇനി നിങ്ങളിപ്പോ മാസം പറഞ്ഞു അല്ലെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച് പറഞ്ഞു. പക്ഷെ ഇനി അവിടെ വേറൊരാളുണ്ടായിരുന്നു കലണ്ടറിൽ. എന്തായിരുന്നു മക്കളെ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഒരു സംശയവും വേണ്ട, ഇന്നല്ല, ഓണാണ്. ഓക്കെ. ഡേറ്റ്സ് പറയുകയാണെങ്കിൽ, ഡേ പറയുകയാണെങ്കിൽ എന്താണ് മക്കളെ? ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഓൺ തേഴ്സ്ഡേ, ഓൺ ഫ്രൈഡേ. അല്ല മക്കളെ? ദിവസങ്ങൾ പറയാനും ഡേറ്റ് പറയാനും എന്താണ്? ഓണാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? മനഃപാഠമാക്കി വെക്കണം. ഇതിങ്ങനെ കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇന്നിന്റെ തൊട്ടപ്പുറത്ത് ഇന്നിങ്ങനെ കൊടുത്തിട്ട് താഴെ ഇങ്ങനെ ഒരു ബോക്സിലായിട്ട് മാസം, വർഷം, തൊട്ടപ്പുറത്ത് ഓൺ കൊടുത്തിട്ട് എന്താണ്? ഡേറ്റും അതുപോലെ ആഴ്ചയും. ഇത് രണ്ടിനും ഓരോ എക്സാമ്പിൾ എഴുതി ഇത് അങ്ങോട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. അധികം എക്സാമിനും പ്രിപ്പോസിഷൻ വരുന്നുണ്ടോ, അത് ഈ ഒരു കൺഫ്യൂഷൻ വെച്ചിട്ടാണ് അവർ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക? വിലയിരുത്തുക. ഈ ഇന്നും ഓണിനെയും ഈ വർഷത്തിന്റെയും ഡേറ്റിന്റെ ഇടയിലിട്ട് അങ്ങ് ഇട്ട് തരും. ഓക്കെ. നിങ്ങൾ അധികം എക്സാമിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികം എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ വരുന്നുണ്ടോ? അതിന് ഈ ഓണും മിന്നും അവരങ്ങ് എടുക്കും. എന്നിട്ട് അവരെടുക്കും മൺസും ഡേറ്റും ദിവസവും വർഷത്തിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അങ്ങ് എന്ത് ചെയ്യും? ഡാഷ് ഇട്ട് തരും നിങ്ങൾക്ക്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരിക. ഈ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ തീർത്ത് തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വർഷങ്ങളും മാസങ്ങളും ഡേറ്റും തെറ്റിച്ച് എക്സാമിന് തരുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇന്നും ഓൺ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഹൗസ് റെസിഡൻസ്. എന്താണ്? ഹൗസ് റെസിഡൻസ് ആട്ടോ. ഹൗസോ അല്ലെങ്കിൽ റെസിഡൻസോ ഒക്കെ പറയാൻ എന്താണ് മക്കളെ? ഹൗസ്, റെസിഡൻസ് ഒക്കെ നമ്മളൊരു താമസ സ്ഥലം പറയാൻ എന്ത് യൂസ് ചെയ്യാം മക്കളെ? ബിൽഡിങ് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ആക്ടിന് കൊണ്ടുപോയി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പക്ഷേ ഇതൊരു താമസ സ്ഥലം പറയാൻ, നമ്മൾ താമസിക്കുന്ന ഒരു വീട് അല്ലെങ്കിൽ ഒരു താമസ സ്ഥലം പറയാൻ എന്ത് യൂസ് ചെയ്യണം മക്കളെ? ഇന്നെ യൂസ് ചെയ്യണം കേട്ടോ. നോക്കാം. നമ്മൾ അറ്റ് യൂസ് ചെയ്തപ്പോൾ ബിൽഡിങ് പറഞ്ഞപ്പോൾ അതൊരു താമസ സ്ഥലമല്ലായിരുന്നു അല്ലെ? സ്കൂള് താമസ സ്ഥലമായിരുന്നു? അല്ല. ബാങ്ക് ഒരു താമസ സ്ഥലമായിരുന്നു? അല്ല. പക്ഷെ ഇതെന്താണ്? ഇതൊരു ഹൗസ് ആൻഡ് റെസിഡൻസ് ആണ്. ഓക്കെ. നമ്മളിവിടെ താമസിക്കുകയാണ്. നോക്കാം. ഐ ലീവ് ഇൻ എ ഫ്ലാറ്റ്. ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഷീ ലീവ്സ് ഇൻ എ ബിഗ് ഹൗസ്. അവൾ എവിടെയാണ് താമസിക്കുന്നത്? ഒരു ബിഗ് ഹൗസിലാണ്. ഓക്കെ.
എല്ലാം ഹൗസ് ആണ് കേട്ടോ. ദേ സ്റ്റേഡ് ഇൻ എ ഹോട്ടൽ. ഇതൊരു റെസിഡൻസ് ആണ് മക്കളെ. എവിടെയാണ്? ഹോട്ടലിലാണ് താമസിക്കുന്നത് അല്ലേ? നമ്മൾ ഹോട്ടല്, റിസോർട്ട്, അതുപോലെ വലിയ ഹൗസ്, ഹോം, ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ്, ഇതിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കും മക്കളെ? ഇന്ന് കൊടുക്കും. ഓക്കെ, സോ ഹൗസ് ആൻഡ് റെസിഡൻസ് ആണോ? ഒരു സംശയവും വേണ്ട. അവിടെ നിങ്ങൾ എന്ത് കൊടുക്കുക? ഇൻ കൊടുക്കുക. ഓക്കെ, then to talk about inside a building. ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ അറ്റ് ദ ബാങ്ക്, അറ്റ് ദ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവിടെ എന്താണ് അതിൽ വെച്ച് കാണുമെന്നാണ് പറയുന്നത്. നിങ്ങളൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിച്ച് ഒരാളോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ്? എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഇൻ പറയണം. നിങ്ങൾ ബാങ്കിൽ വെച്ചിട്ട് കാണാം എന്ന് പറയുകയാണെങ്കിൽ എന്ത്? വി വിൽ മീറ്റ് അറ്റ് ദ ബാങ്ക് എന്ന് പറയും അല്ലേ? വി വിൽ മീറ്റ് അറ്റ് ദ ബാങ്ക് എന്ന് പറയും. പക്ഷേ നിങ്ങൾ എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ബാങ്കിന്റെ ഉള്ളിലായിരുന്നു എന്ന് പറയാൻ എന്ത് പറയും? നൗ ഐ മീൻ ബാങ്ക് വെൻ യു ആർ കോൾഡ്. എന്താണ്? നീ വിളിച്ചപ്പോൾ ഞാൻ എവിടെയായിരുന്നു? ബാങ്കിൻ്റെ. ഐ മീൻ ഹോസ്പിറ്റൽ. എന്താണ്? ഉള്ളിലാണ് അല്ലേ? ആ വ്യക്തി ഉള്ളിലിരിക്കുകയാണെങ്കിൽ എന്ത് പറയും മക്കളെ? ഇന്ന് പറയും. അല്ല വെറും ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അറ്റ് തന്നെ പറയണം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇൻസൈഡ് എ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിനെ കുറിച്ചല്ല, ഇൻസൈഡ് ബിൽഡിംഗ് ആണ്. നോക്കാം. I was in the bank when you called. നീ വിളിച്ചപ്പോൾ ഞാൻ എവിടെയായിരുന്നു? ബാങ്കിന്റെ ഉള്ളിലായിരുന്നു. ഓക്കെ, then now I'm in hospital when you called. now I'm in hospital. ഞാനിപ്പോൾ എവിടെയാണ്? നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ ഇൻ ഹോസ്പിറ്റൽ. ഞാൻ എവിടെയാണ്? ഹോസ്പിറ്റലിന്റെ ഉള്ളിലിരിക്കുകയാണ് മക്കളെ. then we were in the shops at that time. നീ എന്നെ വിളിച്ച ടൈമിലില്ലേ? നീ എന്നെ ആ ടൈമിൽ ഉണ്ടായിരുന്നല്ലോ. നീ എന്നെ കാണാൻ വീട്ടിൽ വന്ന ടൈമില്ലേ? ഞാൻ അവിടെ ഷോപ്പിലായിരുന്നു. നീ എന്നെ ഫോൺ വിളിച്ച ആ ടൈം ഉണ്ടല്ലോ, ഇൻ ദാറ്റ് ടൈം. ആ ടൈമിൽ എവിടെയായിരുന്നു? ഞാൻ ഷോപ്പിന്റെ ഉള്ളിലായിരുന്നു. ഓക്കെ, അപ്പോ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ എന്ന് പറയാൻ നിങ്ങൾ എന്താണ് മക്കളെ യൂസ് ചെയ്യുക? ഇന്നാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ അല്ലെ? then ബിഫോർ ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ്? ഒരു ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെയോ മുമ്പിൽ എന്താണ് മക്കളെ യൂസ് ചെയ്യുക? എന്താണ്? ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, നോക്കാം. ഒരു ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ മുമ്പിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഹി വർക്ക്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പറയുമ്പോൾ എന്താ യൂസ് ചെയ്യുക? ഇന്നാണ്. ഷീ വർക്ക്സ് ഇൻ ദ ഇൻകം ഡിപ്പാർട്ട്മെന്റിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ദേ വർക്ക്സ് ഇൻ ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ക്ലിയർ ആയല്ലോ അല്ലെ? then it is used before a place of work if it is not a building. ഇവിടെ നല്ലൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട് മക്കളെ. എന്താണത്? if it is used before the place of work if it is a building. നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു കെട്ടിടത്തിലാണെങ്കിൽ, ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ, ഒരു കെട്ടിടത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് കൊടുക്കുക? ഇൻ കൊടുക്കുക. ഐ മീൻ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഓഫീസ്, ബാങ്ക് അല്ലേ? എന്താണ് മക്കളെ വരിക? ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഉണ്ട്, ബാങ്ക് ഉണ്ട്, വലിയ വലിയ ഫാക്ടറി ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന് കൊടുത്തോളൂ. ഓക്കെ, അപ്പൊ എന്താ കെട്ടിടമല്ലാത്തത്? നമ്മൾ ഈ പാടത്തും പറമ്പിലും വയലിലും ഒക്കെ വർക്ക് ചെയ്യുന്ന കർഷകരില്ലേ, അതെന്താണ് മക്കളെ? അത് ഇന്നല്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ കേസുകളുണ്ട്. കെട്ടിടമല്ലാത്ത കേസുകളുണ്ട്. അവിടെ നിങ്ങൾ എന്ത് യൂസ് ചെയ്യരുത്? ഇന്ന് യൂസ് ചെയ്യരുത്. ഓക്കെ, നോക്കാം. ക്ലിയർ ആണല്ലോ? വർക്ക് ചെയ്യുന്നത് ബിൽഡിങ്ങിലാണെങ്കിൽ മാത്രം അങ്ങനെ തന്നെ എഴുതി വെക്കണം. ഓക്കെ, മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. എൻ്റെ ബ്രദർ എവിടെയാ വർക്ക് ചെയ്യുന്നത് മക്കളെ? ബാങ്കിലാണ്. ബാങ്ക് ഒരു ബിൽഡിംഗ് ആണ്. രാജു വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. രാജു എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റൽ എന്താണ് മക്കളെ? ഒരു കെട്ടിടമാണ്. മൈ ഫ്രണ്ട് വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. എൻ്റെ ഫ്രണ്ട് എവിടെയാ മക്കളെ വർക്ക് ചെയ്യുന്നത്? ഓഫീസിലാണ്. ഓഫീസ് എന്താണ് മക്കളെ? ഒന്ന് പറഞ്ഞേ. ഓഫീസ് എന്താണ്? ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ, then
മൈ ഫാദർ വർക്ക്സ് ഇൻ എ ഫാക്ടറി. എൻ്റെ അച്ഛൻ ഒരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാക്ടറി എന്താണ്? ഒരു ബിൽഡിംഗ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? ഷി വർക്ക്സ് ഇൻ എ ഹോട്ടൽ. അവൾ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. ഹോട്ടൽ എന്താണ് മക്കളെ? വർക്ക് ചെയ്യുന്ന പ്ലേസ് ബിൽഡിംഗ് ആണെങ്കിൽ ഇന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിൽഡിംഗ് അല്ലാത്ത കേസുകൾ നമുക്കൊന്ന് നോക്കാം. ബിൽഡിംഗ് അല്ലാത്ത കേസുകളിൽ എന്താണ് യൂസ് ചെയ്യേണ്ടത് മക്കളെ? ഓൺ ആണ്. ഓക്കെ, അത് നമ്മൾ ഓണിന്റെ ഭാഗത്ത് പഠിക്കും. എന്നിരുന്നാലും അത് ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഓൺ ദ റെയിൽവേ, ഓൺ ദ റെയിൽവേ. ഓക്കെ, റെയിൽവേ. ഓക്കെ, ഓൺ ദ എസ്റ്റേറ്റ്, ഓൺ ആൻ എസ്റ്റേറ്റ്, ഓൺ ആൻ എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് ഉണ്ടല്ലോ അല്ലെ, വലിയ വലിയ തേയിലത്തോട്ടങ്ങളൊക്കെ വരും. ഓൺ എ പ്ലാന്റേഷൻ. ദെൻ ഓൺ എ ഫാം അല്ലെ, ഫാമിലി. ഓൺ എ ഫീൽഡ്, എന്താണ്? ഫീൽഡിൽ അല്ലെ, പാടത്ത്. ഓക്കെ, അപ്പൊ എന്താണ്? ബിൽഡിംഗ് അല്ലാത്ത വേറെ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഓൺ കൊടുക്കണം. ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക മക്കളെ? ഇന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ ബിഫോർ നെയിം ഓഫ് എ റോഡ് ആൻഡ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ഡ്വെല്ലിംഗ് പ്ലേസ്. ഇവിടെ രണ്ട് യൂസ് കാണിച്ചിട്ടുണ്ട്. എന്ത് യൂസ്? രണ്ട് യൂസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, റോഡിന് മുമ്പായിട്ട്. ഓക്കെ, നമ്മൾ റോഡിന് മുമ്പായിട്ട് കൊടുക്കുന്നതിന് എക്സാമ്പിൾ വന്നിട്ട് ആദ്യം നോക്കാം. ദ ടെമ്പിൾ ഈസ് ഇൻ നെഹ്റു റോഡ്. ടെമ്പിൾ എവിടെയാണ് മക്കളെ സ്ഥിതി ചെയ്യുന്നത്? ആ നെഹ്റു റോഡിന്റെ അടുത്താണ് എന്തുള്ളത്? ടെമ്പിൾ ഉള്ളത്. ഓക്കെ, നെഹ്റു റോഡിലാണ് ടെമ്പിൾ ഉള്ളത്. ദ ഫ്ലാറ്റ് ഈസ് ഇൻ ബീച്ച് റോഡ്. ബീച്ച് റോഡിലാണ് എന്തുള്ളത് മക്കളെ? ബീച്ച് റോഡിലാണ് എന്തുള്ളത്? ഫ്ലാറ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ റോഡിന്റെ കേസ് വരുമ്പോ എന്താണ് ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ഡ്വെല്ലിംഗ് പ്ലേസ്. ഒരു താമസ സ്ഥലം പറയാൻ എന്താണ്? ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് പറയാൻ എന്താണ് യൂസ് ചെയ്യുക? നമ്മള് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അധികവും മൃഗങ്ങളും പക്ഷികളുടെയൊക്കെ കഥകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഉണ്ട് അല്ലെ, ഡ്വെല്ലിംഗ് പ്ലേസുകൾ പറയാൻ അധികവും ഉണ്ടാവും. അങ്ങനെ ഡ്വെല്ലിംഗ് പ്ലേസുകൾ, താമസ സ്ഥലം അല്ലെ, താമസിക്കുന്ന സ്ഥലം പറയാൻ എന്താണ് മക്കളെ യൂസ് ചെയ്യുക? ഇന്നാണ്. നോക്കാം. മങ്കീസ് ലീവ് ഇൻ ട്രീസ്. എന്താണ്? മങ്കീസ് ലീവ് ഇൻ ട്രീസ്. മങ്കീസ് എവിടെയാണ് താമസിക്കുന്നത്? ട്രീയിലാണ്. അത് മങ്കിയുടെ എന്താണ് മക്കളെ? മങ്കീസിന്റെ എന്താണ്? അത് അവരുടെ താമസ സ്ഥലമാണ് അല്ലെ, ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്. ദെൻ ലയൺസ് ലീവ്സ് ഇൻ ഡെൻ. ലയൺസ് എവിടെയാണ് താമസിക്കുന്നത് മക്കളെ? ഡെന്നിലാണ്, അവരുടെ ഗുഹയിലാണ് അല്ലെ. ബേർഡ്സ് ലീവ്സ് ഇൻ നെസ്റ്റ്. അതുപോലെ എന്താണ്? ഡോഗ് ലീവ്സ് ഇൻ കെനൽ. അങ്ങനെയൊക്കെ കൊടുത്തൂടെ നിങ്ങൾക്ക്? കൗസ് ലീവ്സ് ഇൻ ഷെഡ്. അങ്ങനെ അവരൊക്കെ താമസിക്കുന്ന ആ ഡ്വെല്ലിംഗ് പ്ലേസിന് നമ്മൾ എന്ത് കൊടുക്കും മക്കളെ? ഇന്ന് കൊടുക്കും. ക്ലിയർ ആണല്ലോ? റോഡിന് മുമ്പിൽ ഇന്ന് കൊടുക്കും, ഡ്വെല്ലിംഗ് പ്ലേസിന് മുമ്പിൽ ഇന്ന് കൊടുക്കും. ഷോർട്ട് നോട്ട് ചെയ്ത ഞാൻ ഇവിടെ വളരെ ഷോർട്ടാണ് തന്നിട്ടുള്ളത്. അതിലും ഷോർട്ട് ആവട്ടെ നിങ്ങളുടെ ഗ്രാമർ ബുക്ക്. സോ അപ്പൊ എന്താവും? ഗ്രാമർ എന്തായിരിക്കും? നിങ്ങൾക്ക് ഈസി ആവും. ഓക്കെ, ദെൻ അടുത്തത് ടു ഡിനോട്ട് ദ ടൈം ഓഫ് കംപ്ലീഷൻ. ടു നോട്ട് ദ ടൈം ഓഫ് കംപ്ലീഷൻ. ഒരു പ്രത്യേക ടൈം ഓഫ് കംപ്ലീഷൻ. ഞാനത് അത്ര ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കും, അല്ലെങ്കിൽ ഞാനത് നാളെ ചെയ്തു, അല്ലെങ്കിൽ ഞാനത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കും. ടൈം ഓഫ് കംപ്ലീഷൻ പറയാൻ അല്ലേ, ഒരു ടൈമിന് ഒരു കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കാൻ. എന്താണ്? ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഞാനത് ചെയ്തു തീർക്കും, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഞാനത് അവിടെ പോകും, അല്ലെങ്കിൽ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ മതി എനിക്ക് ആ വർക്ക് ചെയ്യാൻ. ഇങ്ങനെ ടൈം ഓഫ് കംപ്ലീഷൻ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? ഇൻ യൂസ് ചെയ്യും. നോക്കാം. He will have complete the work in an hour. He will have complete the work in an hour. ഓക്കെ, ഇവിടെ അവർ an hour. അവിടെ കറക്റ്റായിട്ട് എന്ത് പറഞ്ഞു മക്കളെ? കറക്റ്റായിട്ട് എന്ത് പറഞ്ഞു? ഒരു ടൈം പറഞ്ഞു തന്നു അല്ലെ. എന്ത് പറഞ്ഞു തന്നു? നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ടൈം അവർ പറഞ്ഞു തന്നു. ഇത്ര ഒരു അവറിൻ്റെ ഉള്ളിൽ അവൻ എന്ത് ചെയ്തു തീർക്കും മക്കളെ? ആ വർക്ക് അവൻ ചെയ്തു തീർക്കും. ടൈം ഓഫ് കംപ്ലീഷൻ അവിടെ നിങ്ങൾക്ക് തന്നു. ഓക്കെ, ദെൻ ഐ വിൽ ഫിനിഷ് ദ വർക്ക് ഇൻ എ ഡേ. ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ വർക്ക് ചെയ്തു തീർക്കും. അവിടെയും നിങ്ങൾ എന്ത് കൊടുത്തു? ഒരു ടൈമിന് അവരൊരു കംപ്ലീറ്റ് കൊടുത്തു. ആ ടൈമിന് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ അവിടെ കൊടുത്തു. ദെൻ ഐ വിൽ ബി ബാക്ക് ഇൻ വീക്ക്. ഒരു വീക്ക് എന്ന് പറയുന്ന ഒരു ടൈം ഓഫ് പീരീഡ് ആണ് അല്ലെ. ഒരു വീക്കിൻ്റെ ഉള്ളിൽ, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്തു തീർക്കും. ഐ വിൽ ബി ബാക്ക് ഇൻ എ വീക്ക്. ഒരു വീക്കിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു വീക്കിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചു വരും. കറക്റ്റ് ടൈം അവിടെ കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നോക്കാം.
എന്താണ് മക്കളെ? എ പീരീഡ് ഓഫ് ടൈം ആൻഡ് പാർട്സ് ഓഫ് ദ ഡേ. പീരീഡ് ഓഫ് ടൈം ആൻഡ് പാർട്സ് ഓഫ് ദ, ഇത് നമ്മൾ ഇന്ന് പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു പാർട്ട് ഓഫ് ദ ഡേ പറയാൻ, അല്ലെങ്കിൽ അതിന് പീരീഡ് ഓഫ് ടൈം എന്നും പറയും. നോക്കാം. ഐ വിൽ യൂസ് സി ഇൻ ദ ഈവനിങ്. എന്താണ് മക്കളെ? ഇൻ ദ ഈവനിങ് പറയാൻ എന്ത് യൂസ് ചെയ്യാം? ഇൻ ദ ഈവനിങ്. ആ പാർട്ട് ഓഫ് ദ ഡേ ആണല്ലേ, ഒരു ദിവസത്തിന്റെ ഒരു പാർട്ടാണ് എന്ത്, ഈ ഈവനിങ് എന്ന് പറയുന്നത്. സോ ഇൻ ദ ഈവനിങ് എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം മക്കളെ? ഇൻ യൂസ് ചെയ്യണം, ഈവനിങ്. സോ ഐ വിൽ ഫിനിഷ് ദ വർക്ക് ഇൻ ദ നൈറ്റ്. ഐ വിൽ ഫിനിഷ് ദ വർക്ക് ഇൻ ദ നൈറ്റ്. നൈറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും മക്കളെ? ചെയ്തു തീർക്കും. ഇനി അടുത്തത് എന്തൊക്കെയാ നോക്കാം. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ മിഡ് നൈറ്റ്, ഇൻ ദ സമ്മർ, ഇൻ ദ വിന്റർ, ഇൻ ദ സ്പ്രിങ്, ഇങ്ങനെയുള്ള സീസൺസും കേട്ടോ. അതൊക്കെ എന്താണ്? ദ പീരീഡ് ഓഫ് ടൈം തന്നെയാണ് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പീരീഡ് ഓഫ് ദ പാർട്ട് ഓഫ് ദ ഡേ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം മക്കളെ? ഇൻ യൂസ് ചെയ്യണം. ഇതൊക്കെ 2 or 3 തവണ പറയുകയോ യൂസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ മുമ്പിൽ എന്ത് ചെയ്യും മക്കളെ? ഇന്ന് നമുക്ക് അറിയാതെ വരും അല്ലേ? ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ് എന്നൊക്കെ നമ്മൾ 2-3 തവണ ഓട്ടോമാറ്റിക്കലി അറിയാതെ പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർ ആ ഒരു വേർഡിന് മുമ്പിൽ ആ ഒരു പ്രിപ്പോസിഷൻ എന്ത് ചെയ്യും? അറിയാതെ കടന്നു വരും. ഓക്കെ. So the next one, it is used with interest and belief. It is used with interest and belief. എന്താണ് മക്കളെ? ഇൻട്രസ്റ്റ് പറയാനും നമ്മുടെ വിശ്വാസങ്ങൾ പറയാനും ഒക്കെ എന്ത് യൂസ് ചെയ്യണം മക്കളെ? ഇൻ യൂസ് ചെയ്യണം അല്ലേ? നമുക്ക് ചില ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറയാൻ യൂസ് ചെയ്യാം. ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി. ഞാൻ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നു, ഞാൻ വിധിയിലും ദുരന്തത്തിലും ഒക്കെ വിശ്വസിക്കുന്നൊക്കെ നമുക്ക് പറയണ്ടേ? ഇവിടെ ഡെസ്റ്റിനിയിലാണ് വിശ്വസിക്കുന്നത് അല്ലേ? ഞാൻ എൻ്റെ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ഐ ബിലീവ് ഇൻ മൈ കപ്പാസിറ്റി, ഐ ബിലീവ് ഇൻ മൈ എബിലിറ്റി എന്നൊക്കെ പറയാം അല്ലെ? ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ആ ഒരു വിധിയിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയാൻ ഞാൻ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഡു യു ബിലീവ് ഇൻ ഡെസ്റ്റിനി? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് അല്ലേ? ഡു യു ബിലീവ് ഇൻ ഡെസ്റ്റിനി? നിങ്ങൾ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേക്കാണ്. ഓക്കെ. ദെൻ നമുക്ക് എന്ത് നോക്കാം? ഇൻട്രസ്റ്റ് നോക്കാം. അപ്പൊ ബിലീഫിൽ നമ്മൾ എന്തായാലും വിശ്വസിക്കുമ്പോൾ, എന്തെങ്കിലും ഒന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇൻ യൂസ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് എന്താണ്? നമ്മുടെ താല്പര്യങ്ങൾ പറയാൻ അല്ലേ? നമുക്ക് ഇൻട്രസ്റ്റ് പറയാൻ, എനിക്ക് ഇഷ്ടങ്ങൾ പറയാൻ. ഓക്കെ. എനിക്ക് അത് ഇഷ്ടമാണ്, എനിക്ക് ഇത് ഇഷ്ടമാണ്, എനിക്ക് അതിൽ താല്പര്യമുണ്ടെന്നൊക്കെ പറയാം. നോക്കാം. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ്. എനിക്ക് എന്താണ്? എനിക്ക് ഡാൻസിങ് ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് ഡാൻസിൽ എന്തുണ്ട് മക്കളെ? ഇൻട്രസ്റ്റ് ഉണ്ട്. Then I am interested in drawing. I am interested in dancing. I am interested in drawing. I am interested in reading. I am interested in writing. അല്ലേ? ഏതൊക്കെ? I am interested in സ്പോർട്സ് ഫീൽഡ് അല്ലേ? എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ റണ്ണിങ്. ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം മക്കളെ? ഇന്ന് യൂസ് ചെയ്യണം. സോ ബിലീവ് ആൻഡ് ഇൻട്രസ്റ്റ് മറക്കരുത്. ഓക്കെ. ദെൻ ബിഫോർ ഷേപ്പ്, സൈസ്, കളർ, ഇതൊന്നും സെപ്പറേറ്റ് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഏതെങ്കിലും ഒരു കേസിൽ ഒരു സൈസോ ഒരു കളറോ ഒരു ഷേപ്പോ ഒക്കെ പറയണമെങ്കിൽ അതിന് മുമ്പിൽ ഒരു പ്രിപ്പോസിഷൻ വേണ്ടി വന്ന ഏതാ യൂസ് ചെയ്യാന്ന് അറിയണ്ടേ? നോക്കാം. ടുഡേ ഈസ് ഇൻ എ ബ്ലൂ ഷർട്ട്. അവൾ ഏത് ഷർട്ടിലാണെന്ന് വന്നിട്ടുള്ളത് മക്കളെ? ടുഡേ ഹീസ് ഇൻ ബ്ലൂ ഷർട്ട്. അവൻ ബ്ലൂ ഷർട്ട് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ടുഡേ ഷീസ് ഇൻ വൈറ്റ്. ഷീസ് ഇൻ വൈറ്റ് സാരി. അവൾ ഇന്ന് ഏത് സാരിയാണ് എടുത്തിട്ടുള്ളത്? വൈറ്റ് സാരിയാണ് മക്കളെ. അവിടെ കളർ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. Then he draw a picture in a circle. അവൻ എന്ത് ചെയ്തു? ഒരു പിക്ചർ വരച്ചു. എന്തിൻ്റെ ഉള്ളിലായിട്ടാണ് പിക്ചർ വരച്ചിട്ടുള്ളത്? ദ ഷേപ്പ്, ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ്. ഓക്കെ. then the children stood in a circle. ആ കുട്ടികൾ ഇപ്പോഴും എന്താണ്? ആ ഒരു വട്ടത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ. ഇന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഷേപ്പിന്റെ മുമ്പ്. ദാറ്റ് ബേബി ഓൾവേസ് ഡ്രസ്ഡ് ഇൻ റെഡ്. ഇവിടെയും എന്താണ് മക്കളെ? ആ കുട്ടി എപ്പോഴും എന്ത് ഡ്രസ്സാണ് ഇടുന്നത്? റെഡ് ആണ്. സോ കളർ, ഷേപ്പ്, സൈസ്. ഷേപ്പ്, സൈസ്, കളർ, ഇത് മൂന്നും പറയാൻ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം മക്കളെ? ഇൻ യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്നിൻ്റെ യൂസുകൾ ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന യൂസുകൾ മാത്രമല്ലേ ഉള്ളൂ ഇത് അല്ലേ? ഇതിലെന്തെങ്കിലും നിങ്ങൾ പരിചയമില്ലാത്ത യൂസുകൾ നിങ്ങൾക്ക് തോന്നിയില്ല. എല്ലാം നമ്മൾ ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് അല്ലേ? അതാണ് പറയുന്നത് നമുക്ക് ഇന്ന് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇൻ യൂസ് ചെയ്യുന്നത്. സോ ഇന്നിൻ്റെ യൂസുകൾ ക്ലിയർ ചെയ്തിട്ട് നന്നായിട്ട് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണുക, ഷോർട്ട് നോട്ട് എഴുതുക. അതുപോലെ
അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാരഗ്രാഫ് ഒക്കെ എടുക്കുക. ഒരു പാരഗ്രാഫ് എടുത്തിട്ട് അതിൽ ഇന്ന് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതിൽ മിസ് പറഞ്ഞിട്ടില്ല, ഞാനിവിടെ ക്ലാസ് എടുത്തിട്ടുള്ള എത്ര യൂസുകൾ അതിലുണ്ട് എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ എന്തായി, യൂസ് പഠിക്കലാവും ചെയ്യും, ഇനി നിങ്ങൾക്ക് എന്താവും, ക്ലിയർ ആവുകയും ചെയ്യും അല്ലേ. സോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇന്നിൻ്റെ ഒരു യൂസിൽ ഒരാൾക്കും ഒരു സംശയവും ഉണ്ടാവരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ പ്രിപ്പസിഷൻ.